എന്താ സംഭവം? പശുവിനെ കൊണ്ട് പോയായിരുന്നോ? കൗബോയ്. പാടത്തായിരുന്നോ? കൗബോയ്. ഓക്കെ. സ്റ്റൈലാ. ഓ, ഞങ്ങളവിടെ അങ്ങനെ കൗബോയ്സ്. കൗമോം. ഇന്ന് ഉച്ചക്ക് കൗമോമുള്ള കഴിച്ചത്. കൗമോം ബിരിയാണി കഴിച്ചു. പണ്ട് തനിക്ക് വേറെ കാര്യം, പണ്ട് ഈ ചിക്കൻ ബിരിയാണിക്കായിരുന്നു വില കൂടുതൽ, ബീഫ് ബിരിയാണിക്കായിരുന്നില്ല. അതെന്തോ കുറഞ്ഞ ഒരു സാധനം പോലെയാണ്, കുറച്ച് വില കുറഞ്ഞ ബിരിയാണി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ ബീഫ് ബിരിയാണിക്കാണ് വില കൂടുതൽ. ബിരിയാണി ആ സാധനം കാണിക്കേ. അണ്ണന്റെ ഒരു ഡയലോഗ് ഇത് അവസാനം ഇല്ലേ? ഇയാള് മാറാട്ടനും എന്നും ഏറി കയറുന്ന ആൾക്കാർ ഇതുപോലെ സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാം. വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം. അടിപൊളിയല്ലേ? ഞാൻ പറയണ ഈ തൊപ്പി പുള്ളിക്ക് കൊടുത്തിട്ടേ ഒരു 4 കൗമോമിനെ മേടിച്ചിട്ട് പാടത്തേക്ക് പറഞ്ഞു വിടും. ഇയാളെ വിട്, മനസ്സിലാവുണ്ടോ? ഇയാൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പരിപാടി അതൊക്കെയാണ്. വല്ല പാടത്ത് പോയി വല്ല പശുവിനെ മേക്കിയോ, അതും കുളമാക്കും. അത് ശരിയാ, ഉറപ്പല്ലേ? അതിനെ ഇടങ്ങേറാക്കും, അത് കുളമാക്കും. പശുക്കള് തല തല്ലിച്ച ചാവും. പശുക്കൾ അങ്ങനെ ആയിരിക്കത്തില്ല. പശുക്കള് അവിടെ പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ പോയി പുള്ളി അഭിനയിക്കും പശുവിനെ മേയ്ക്കുന്നതായിട്ട്. ഡയറക്റ്റ് ചെയ്യുന്ന പോലെ അഭിനയിച്ച പോലെ പശുവിനെ മേയ്ക്കുന്നതൊക്കെ അഭിനയിക്കും അല്ലേ? ഇത് പുള്ളി എല്ലാ അഭിനയമാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളി മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ഇതിന്റെ വായിൽ ഇങ്ങനെ കാശ് കുത്തി വെച്ചിട്ട് പറയുന്ന ഡയലോഗ്, അർണോൾഡ് ഷ്വാസ്നഗറിനൊക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ സാധനമാണ്. തിരുമിക്കാനുള്ള കാശ് കൊടുക്കുമല്ലോ. നിനക്കും അർണോൾഡ് ഷ്വാസ്നഗറിനൊക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. ഏത് എന്നിട്ട് ആ വേഷം കാണണം. അത് പറയുമ്പോൾ നല്ല കോസ്റ്റ്യൂം, ഒരു വല്ലാത്ത ബംഗാളിയെ പോലെ ബംഗാളികൾ ഉപേക്ഷിച്ച അതുപോലത്തെ കോസ്റ്റ്യൂം. അപ്പൊ അങ്ങനത്തെ സാധനമൊക്കെ പറയുമല്ലോ ഇയാള്. അതേ കാണണം. അർണോൾഡ് ഷ്വാസ്നഗറിനെ കുറിച്ചാണ് പറയുന്നത്. അർണോൾഡ് ഷ്വാസ്നഗർ ആരാണ്? അയാൾ എന്തെല്ലാം പണി കഴിഞ്ഞിട്ട് അടിച്ചിട്ട് പുള്ളി നിൽക്കുക. അയാളെ പുള്ളിക്ക് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഏത് ആരാ പറയുന്നറിയോ? ലാലേട്ടൻ. ഈ ഊളത്തരമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ. പക്ഷെ മോഹൻലാലിന് ഇത് പറ്റും. അതൊക്കെ പറ്റത്തുള്ളൂ ഈ ഊളത്തരം പറയാൻ. മോഹൻലാലിന് ഈ പറഞ്ഞ പോലെ ഒരു ബോഡി ബിൽഡറായിട്ട് അഭിനയിക്കാൻ പറ്റും, ഒരു അത്ലറ്റായിട്ട് അഭിനയിക്കാൻ പറ്റും. പ്രിഡേറ്ററിലൊക്കെ മോഹൻലാൽ അഭിനയിച്ച അടിപൊളിയായിരിക്കും. പറ്റും. കാരണം എന്താന്ന് പറയാം, കാരണം ഇയാളിപ്പോ ഇയാള് മറ്റേ ആളുണ്ടല്ലോ, എന്താ മറ്റേ ഇങ്ങനെ ഓടണം മച്ചാൻ, അയാളുടെ പേര് എന്താന്ന് മറന്നുപോയി. ബ്രാഡ് പിറ്റ് അല്ലടോ, സോറി, ടോം ക്രൂസിനെ പോലെ അഭിനയിക്കാൻ പറ്റും മോഹൻലാലിന്. അതായത് എല്ലാം ക്ലോസപ്പ്. ഹുസൈൻ ബോൾട്ടിന്റെ കഥ കൊടുത്ത അത് പുള്ളി ഓടിക്കാനായിട്ട് അഭിനയിക്കാൻ പറ്റും. ആ റോള് പുള്ളിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ക്ലോസപ്പിൽ ചെയ്യാൻ പറ്റും പുള്ളിക്ക്. മനസ്സിലുണ്ടോ? ഓടുന്നപ്പോ 100 മീറ്റേഴ്സ് റേസ് മുഖം വെച്ചങ്ങ് ചെയ്യും ആ സാധനം. മനസ്സിലാവുണ്ടോ? ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മറ്റേതുപോലെ തോക്ക് പിടിച്ചിട്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടുന്ന സീനൊക്കെ എടുക്കാൻ പറ്റും. ക്ലോസപ്പ് ആയിരിക്കും എന്നുള്ളൂ. ചാടുന്ന എക്സ്പ്രഷൻ അതങ്ങ് കാണിക്കും. അടിപൊളിയായിട്ട് അത് കൺവിൻസിംഗ് ആണ്. അതെ, അതൊക്കെ ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. മീശ വെച്ചിട്ട് ചാടും പുള്ളി. ആ മുണ്ട് മടക്കി കുത്തി ചാടുന്നത് കാണിക്കണമെങ്കിൽ അത് ലോങ് ഷോട്ട് ആയിരിക്കണം. ആളെ മനസ്സിലാക്കാൻ പാടില്ല. അടുത്തോട്ട് കൊണ്ടുവന്ന അപ്പൊ ക്ലോസപ്പ്, അടുത്ത് വന്ന അപ്പൊ ക്ലോസപ്പ് നോക്കിയാ, ബാക്കിയൊക്കെ ലോങ്. പിന്നെ കെട്ടി വലിക്കാലോ, തൂക്കിയിട്ട് ആട്ടും. അതൊക്കെയാ, എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും. ടെർമിനേറ്റർ അതൊക്കെ മോഹൻലാൽ എന്നെ സൂപ്പർ ആയിരിക്കും അല്ലേ? ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ടൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആദ്യത്തെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അല്ല, ആദ്യം വന്നിരിക്കുമല്ലോ ഇങ്ങനെ പൊട്ടി താഴോട്ട് വീണിട്ട്. അപ്പൊ തന്നെ ആൾക്കാർ ഇരിക്കാൻ തുടങ്ങും. അത് ശരിയാ പറഞ്ഞ പോലെ. ഇതിങ്ങനെ വന്ന് ഇരിക്കുമല്ലോ, ഷർട്ടൊന്നും ഇടാതെ. എന്നെ വിറ്റായിരിക്കും അല്ലേ ഇരിക്കുമ്പോഴേ, ടെർമിനേറ്റർ എന്നൊക്കെ വിളിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ വന്ന് മോഹൻലാൽ വന്നിരുന്നാലത്തെ സീനാണ്. മോഹൻലാൽ അങ്ങനെ വന്നിരുന്ന ആ ഇരിപ്പ്, തുണിയൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ഇരിപ്പില്ലേ, വല്ല വലിയ ആമസോണിലൊന്നും പോയിരിക്കരുത്. വലിയ തവളകളൊക്കെ ഉണ്ട്. ഫീൽഡിൽ പിടിച്ചിരിക്കണമെന്ന് മോഹൻലാൽ പറയാ. എറണാകുളത്തിന് ഫീൽഡിൽ പിടിച്ചിരിക്കണത് മസിൽ വേണമെന്ന്. പ്രശ്നമുണ്ട്. ആരാ പറഞ്ഞേ? മോഹൻലാൽ അല്ല, രഞ്ജിത്താ പറഞ്ഞത്. അയ്യോ ശരി, സോറി. ഓ സോറി ട്ടോ, സോറി, അത് വിട്ടുപോയി. മോഹൻലാൽ അല്ലല്ലോ, മോഹൻലാൽ ഇല്ലല്ലോ, മോഹൻലാൽ ഇല്ല, രഞ്ജിത്തല്ലേ ഇതൊക്കെ. രഞ്ജിത്താള് കൊള്ളാം.
രഞ്ജിത്തിന് ഐഡിയ ഉണ്ട്. രഞ്ജിത്ത് ആളെ വെച്ച് പണിയൊക്കെ നടത്തി മൊത്തം. എന്നിട്ട് പുള്ളി അങ്ങോട്ട് സകല കുളത്തിലെ ഇയാളെ കൊണ്ട് പുള്ളി മറ്റേ പുള്ളി ഭയങ്കര ഡീസന്റ്. മോഹൻലാൽ പെട്ടുപോയി. പെട്ടതാണ് ആ പുള്ളി വിചാരിച്ചറിയോ, മറ്റേ പത്മരാജനെ പോലത്തെ പോയി ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഒരുത്തനാണ് ഈ രഞ്ജിത്ത്. താടിയും നരച്ച താടിയും ഭയങ്കര ശബ്ദവും പോലത്തെ ഒരു SFA ആണെന്നൊക്കെ പഴയ SFA ആണ്. പഴയ SFA ആണെന്ന് പറഞ്ഞപ്പോ ഇയാള് വെച്ചിട്ടുണ്ടാവും പണ്ട് ഇയാള് മറ്റേ ABP കാരനായിരുന്നല്ലോ. അപ്പൊ ചിലപ്പോ ആരെങ്കിലും കുറിച്ച് ഇടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടി SFA. പിന്നെ ഈ മറ്റേ ഫിലോസഫി ഒക്കെ പറയുമല്ലോ SFA കാര്. പിന്നെ സാധനം ഉണ്ടല്ലോ. അല്ല SFA കാർക്ക് വേറെ സാധനമുണ്ട്. ഈ ലോക്കൽ ഇപ്പൊ യൂണിറ്റ് മീറ്റിംഗ് ഒക്കെ വരും. യൂണിറ്റ് മീറ്റിംഗ് ഒക്കെ വരുമ്പോഴേക്കും അതുവരെ കമ്പനിക്കാരായിട്ട് നടന്നവരായിരിക്കും. ഞാനെന്തായാലും കമ്പനിക്കാരാണ്. അതേസമയം നമ്മൾ ഈ പറയുന്ന ലോക്കൽ യൂണിറ്റ് അംഗങ്ങളും കൂടിയാണ്. താൻ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറിയാണ് താൻ. ഞാനൊരു കോമ്രേഡ്, ഒരു സാധാരണ സ്റ്റുഡന്റ് SFI കാരൻ. മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ താൻ ഇനി ഏത് നാട്ടുകാരനാണെങ്കിലും കൊള്ളാം, താൻ അപ്പൊ തന്നെ കണ്ണൂർ ആക്സന്റിൽ സംസാരിക്കാൻ തുടങ്ങും. അത് എനക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഏത് എടക്കൊച്ചിയിലുള്ളവൻ മനസ്സിലായോ? അങ്ങനെ പറയും. ജയിക്കട്ടല്ലേ, ജയിക്കിന് സാധനമുണ്ട്. ജയിക്ക് കോട്ടയംകാരൻ ജയിക്ക് വേറെന്തോ പോലെ പെട്ടെന്ന് വേറെ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ. നല്ല രസമാണ്. അത് ഇവരുടെ ഒരു രീതിയുണ്ട്. ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് അത് അനുകരിക്കാൻ എനിക്ക് പണ്ട് പറ്റുക, ഇപ്പൊ പറ്റുന്നത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഈ പാർട്ടിയുടെ രീതി, ഈ പാർട്ടിയെ ഞങ്ങളെ പെരട്ടാനൊന്നും നോക്കണ്ട. കുറെ സാധനങ്ങളുണ്ട്. വിരട്ടലും വിലവേശലും ഞങ്ങളോട് വേണ്ട. മറ്റും കാര്യങ്ങളും വിരട്ടലും വിലവേശലും മറ്റുമൊന്നും ഞങ്ങളോട് വേണ്ട. കാര്യങ്ങളും മറ്റും. അയ്യോ, അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ അതേണ്ട് കണ്ടിട്ട് മോഹൻലാൽ വിചാരിച്ചു രഞ്ജിത്ത് പറയുന്നൊക്കെ സൂപ്പറാ, സൂപ്പർ മെമ്പർ വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഇയാൾ അത് എടുക്കുകയും ചെയ്തു. ഈ പത്മരാജനൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ ആരും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് ഈ പത്മരാജനെയൊക്കെ കണ്ടിട്ട് അതേപോലെ നമ്പർ ഇറക്കി വന്ന ആളാണ് ഈ ഡയറക്ടർമാരുടെ. പത്മരാജനെ കുറിച്ച് പറയുന്ന കൂട്ടത്തില് ഈ ഭരതനെ കുറിച്ച് പറയുന്നുണ്ട് ഇയാള്. ഈ മറ്റേ ബുക്ക് എഴുതി തരുമെന്ന് ചോദിച്ചില്ല, ഇയാളുടെ പേരിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചൊരു കാര്യം മുമ്പ് പറഞ്ഞില്ല. ആ സീനിൽ തന്നെ അയാൾ പറയുന്നുണ്ട്. അതായത് വേറൊരു സാധനം ഇയാൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ രഞ്ജിത്തിന് ഇവരുമായിട്ടൊക്കെ ഇടപെട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഈ മറ്റേ പത്മരാജന്റെ ഒക്കെ ഒരു ചെറിയ ഛായ വന്നു പോലും സംശയമുണ്ട്. അങ്ങനെ കാണാൻ പോലും അതുപോലെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാധനമൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഭയങ്കര. അപ്പോൾ ഈ ആളുകൾ കണ്ട് തമ്മിൽ ഒരുപോലെ കാണപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു തരം. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് വഴുതി മാറിയിരിക്കുന്നു. അതായത് ബറോസ് എന്ന് പറഞ്ഞ സിനിമ ഒരു പ്രാവശ്യം ഒരാൾക്ക് എടുക്കാൻ പറ്റും, പിന്നെ ഒരാളെടുത്താൽ രണ്ടാമത് എടുക്കുന്ന ആവും, അത് കഴിഞ്ഞെടുത്താൽ 3, പിന്നെ 4, അങ്ങനെയൊക്കെ. പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല പുള്ളി പറഞ്ഞു. ഈ സിനിമ ഒരു തവണ എടുക്കാൻ പറ്റുന്ന, ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മനസ്സിലുണ്ടോ? ഒരാൾക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. രണ്ടാമത് ഇത് എടുത്താൽ അത് രണ്ടാമത് എടുക്കലായി പോകുന്നതാണ് പുള്ളി. ഓ, അങ്ങനെ. ഇത് ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതാണോ അതോ ഇയാൾക്ക് തന്നെ തോന്നുന്നതായിരിക്കും? ഫിലോസഫിയാണ് പുള്ളിക്ക് ഇങ്ങനെ. ഡയറക്ടേഴ്സ് ഫിലോസഫി. പുള്ളി ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ രഞ്ജിത്ത് പറഞ്ഞു കൊടുക്കണം. പുള്ളി ഈ സാധനം പിടിച്ചിട്ട് പുള്ളിയുടെ ഐറ്റം കൂടി ക്ലബ് ചെയ്ത് ഇറക്കുമ്പോൾ ഇതിങ്ങനെ വരും. ശരിയാ, പുള്ളി ഇതുപോലുള്ളടത്തൊക്കെ പറഞ്ഞേക്കുന്ന ഇങ്ങനത്തെ പെടലത്തരങ്ങളാ. ഒരു ഭയങ്കര ഇങ്ങനെ പറയത്തുള്ളൂ. ഞാന് സ്റ്റാർട്ടപ്പ് ഇനി വേറെ കൊടുക്കുമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പൊ ഇത് എന്റെ ഇരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഇപ്പൊ എന്റെ ഇത് ഞാൻ അടുത്ത അങ്ങോട്ട് കൊടുക്കും. കയ്യിലിരിക്കുക, എടുത്ത് പിടിച്ചു വെച്ചേക്കുവാ, അതിന് കൊടുക്കണം. ആണല്ലോ ഇപ്പൊ താനൊരു സംസ്ഥാനം ഞാൻ അങ്ങോട്ട് തരുന്നു. അതുപോലെ തന്നെ ഇതും പക്ഷെ പുള്ളി ഇടയ്ക്കെങ്ങാണ് തട്ടിപ്പോയി കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ബില്ലെഴുതി വെക്കാൻ പറയണം. ഇനി മോഹൻലാൽ ഹിറ്റ് ആകാൻ പോകുന്ന ഒരേ ഒരു പടം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ മരിക്കത്തില്ലേ, ലാസ്റ്റ് ഒരു പടം കാണും. അത് തിയേറ്ററിൽ ഹിറ്റ് ആകത്തില്ല, അത് ചാനലിലും OTTയിലും ഹിറ്റാകും. കാരണം ലാസ്റ്റ് പടം ഒന്നൊരു പടം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി ലാസ്റ്റ് പടം ഫാൻസും നമ്മളൊക്കെ പറയും മോഹൻലാൽ മരിച്ച് അവസാനം അഭിനയിച്ച പടം ഏതാന്ന് കണ്ടാലേ ഉള്ളൂ. അല്ല, അത് അതിനിടയ്ക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. പരിപാടി തീർന്ന് ഇപ്പൊ ലാസ്റ്റ് പടം ഉണ്ടാവും. ലാസ്റ്റ് പടം ഭയങ്കര ഓട്ടമായിരിക്കും. അത് വീണ്ടും കൊണ്ട് തിയേറ്ററിൽ ഇടുവര്. മനസ്സിലായി? ഡോൾബിയാ, എന്തോ ഡോൾബി ഡിജിറ്റൽ, വേറെന്തോ പറയൂല്ലോ, അറ്റ്മോസോ
അങ്ങനെയൊക്കെ പറയും 4K 8K എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിടും. അത് പക്ഷെ അങ്ങനെ ഇടേണ്ടി വരത്തില്ല, കൊണ്ട് പോസ്റ്റ് ഇട്ടാൽ മതി. അവസാനത്തെ പടം അതിങ്ങനെ ഓടും കേട്ടോ. ചിലപ്പോൾ തിയേറ്ററിൽ കൊണ്ട് രണ്ടാമതിട്ടാ ഓടും, ലാസ്റ്റ് പടം വന്നിട്ട്. അല്ലാതെ വേറൊരു പടം എനിക്ക് ഹിറ്റാകത്തില്ല, ഒരിക്കലും ഇല്ല. കഴിഞ്ഞ് ഇനി നടക്കില്ല പുള്ളി. വെറുതെ വേസ്റ്റ്. പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിപാടി ഒന്നും നടക്കത്തില്ല. പുള്ളി ഉദ്ദേശിക്കുന്നതല്ല, ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ആര് വിചാരിച്ചാലും മോഹൻലാലിനെ രക്ഷിക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല. കഴിഞ്ഞു, അതിന്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഇത് വല്ലതും ഇനി പറഞ്ഞ പോലെ ഈ എന്തുപോലെ സെന്റിമെന്റ്സ് കൊണ്ടൊക്കെ പോയി കണ്ടാലേ ഉള്ളൂ. അതും അതും കാണാൻ പോകത്തില്ല, കാരണം അതും ഇതുപോലത്തെ വേസ്റ്റ് ആയിരിക്കും, നമുക്കറിയാലോ. ആള് മരിച്ചെന്ന് പറഞ്ഞോണ്ട് നമ്മളെന്തിനാ സിനിമ കാണുന്നത്? ഇവര് പോയി കാണും. ആള് മരിക്കുമ്പോൾ നല്ല ആളാവുന്നില്ല, സൂപ്പറാണെന്ന് പറയാൻ പറ്റത്തില്ല. അതും പറ്റത്തില്ല. അതും കാണാൻ അതുപോലത്തെ ഫാൻസുകാർ കണ്ട് അങ്ങനെയൊക്കെ ആക്കുമായിരിക്കും. പിന്നെ എല്ലാരും കൂടെ പറയും ലാസ്റ്റ് പടം ഇതാകുന്നത്. പണ്ട് ജയൻ അഭിനയിച്ച പടം വേണ്ട കോളിലൊക്കെ വേണ്ട കുറച്ച് ആൾ പിന്നെയും കണ്ട പോലെ ഈ പറഞ്ഞ മോഹൻലാലിലേക്ക് കാണും. പക്ഷെ മമ്മൂട്ടിയുടെ കേസിൽ അങ്ങനെ ആയിരിക്കത്തില്ല, കാണുമായിരിക്കും. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു പണം ഹിറ്റ് കിട്ടും പുള്ളിക്ക്. ഇനിയും വരുന്നത് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഏതാ എന്തോ ആയിരിക്കും. മമ്മൂട്ടി അവസാനം അഭിനയിച്ച സിനിമ എന്നും പറഞ്ഞ് ഇവിടെ ഭയങ്കര കാണണമെന്നും കാണാനൊന്നും പോകില്ല. പക്ഷെ ഇയാളുടെ സിനിമ ചിലപ്പോൾ കാണും. എന്താ പറയുമോ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിങ്ങനെ നിരങ്ങുവാണല്ലോ, നിരങ്ങി ഇങ്ങനെ നടക്കുവാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അവിടെ എന്താ കാണിച്ചു. പണ്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു, പണ്ട് തനിക്കും ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു. ഈ ഒരു പടം ഓടും, ടിവിയിലൊക്കെ ഓടുമായിരിക്കും, OTT ഓടും, പിന്നെ തിയേറ്ററിൽ രണ്ടാമത് കൊണ്ടിടും, അപ്പൊ ആൾക്കാർ കാണും. അല്ലാതെ ഇതിനിടയിൽ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വെറുതെ സമയം കളയുന്നു. അല്ലേ പിന്നെ ഇനി വല്ല സിനിമ ഹിറ്റ് ആക്കണമെന്ന് അഭിനയിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക, അത് നടക്കും. അങ്ങനെ വല്ലതും ചെയ്താലേ കാര്യമുള്ളൂ. അല്ല ഇതുപോലത്തെ ഡയലോഗ് ധരിച്ച് ഒരിക്കൽ മാത്രം എടുക്കാൻ പറ്റും, ഒരിക്കൽ മാത്രം മരിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ സൂപ്പർ. അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിൽ ചാടിയേക്കണം ഇവിടെ വലിയ കെട്ടത്തിൽ പൊളിയൊന്നുമല്ല, സെറ്റിൽ തന്നെ മരിക്കണമെന്നാ പറഞ്ഞേക്കുന്നത്, അഭിനയിക്കുമ്പോൾ മരിക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ പറ്റും? ഈ ആത്മഹത്യ എന്ന സീൻ അഭിനയിച്ചാൽ മതി. അയാൾ മരിക്കില്ല ആത്മഹത്യ സീൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ. അഭിനയിക്കാൻ അറിയില്ലല്ലോ മറ്റേ ഓവറാക്കി ചളവാക്കി പരിപാടി നേരെ ചൊവ്വ അഭിനയിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഈ സാധനം ഒന്നും ഇവിടെ സംസാരം പോലും ആവില്ല. ഇയാൾക്ക് കൃത്യമായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ്. വേറൊരു സംഭവം ഉണ്ട്, വേറൊരു ടീമുണ്ട്. എന്നാ നീ അങ്ങ് അഭിനയിച്ച് കാണിക്ക് എന്ന് പറയുമ്പോ എന്റെ പണി അതല്ല, മനസ്സിലാവണ്ടോ? ഞാൻ അഭിനേതാവല്ലോ, താൻ അഭിനേതാവാണോ? പക്ഷെ ഇത് കണ്ടാ മനസ്സിലോ. പിന്നെ വേറെ കാര്യം, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് സീൻ മാറ്റിയിട്ട് ഇയാളെ ആരും വെടിവെച്ച് കൊല്ലുന്നതോ അങ്ങനെ വല്ല സീനാക്കുവാണെങ്കിൽ ചിലപ്പോൾ മറ്റവര് നല്ലപോലെ അഭിനയിക്കുന്ന ഒരാളെ കൊണ്ടുവന്നാൽ മതി. റിയൽ ഫഹദിനെ കൊണ്ട് വെടിവെപ്പിക്കാം. മറ്റേ ആക്ടറാണല്ലോ, ഏത് റിയലിസ്റ്റിക് മെത്തേഡാ പറ്റുന്നത്. അല്ല ഇത് റിയലിസ്റ്റിക് ആണ്. ഒറിജിനൽ വെടികൊണ്ട് വെച്ചാൽ പൊട്ടിച്ചോളും. അപ്പൊ ഇയാളുടെ അവസാനത്തെ നല്ല അഭിനയം അതായിരിക്കും. ശരിക്കും വെടി കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോ സാധനം വരും. അത് കറക്റ്റ് ആയിട്ട് അത് നടക്കും. ആത്മഹത്യ നടക്കത്തില്ല അല്ലേ? സ്റ്റണ്ടിനിടയിൽ ഈ ജയനൊക്കെ മരിച്ച പോലെ അതും പറ്റത്തില്ല. ഹെലികോപ്റ്റർ തൂക്കിയിട്ട വേറെ ശരി, ഹെലികോപ്റ്റർ തൂങ്ങിക്കിടന്ന ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ ആക്സിഡന്റ് ആവാൻ സ്വാഭാവികമായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടാവും. കാരണം ഇതല്ലേ തൂങ്ങി കിടക്കുന്നത്. പിന്നെ അല്ല, അതല്ല, നല്ലൊരു പെർസ്പെക്റ്റീവ് ആണത്. അഭിനയിക്കുന്നതായിട്ട് അഭിനയിക്കുവാണോന്ന് അല്ല, അതല്ല ആക്ച്വലി. എനിക്ക് ആ റൂട്ട് മനസ്സിലായി. പക്ഷെ ഇവിടെ പുള്ളിയുടെ രീതി അതല്ല. പുള്ളി അഭിനയം പിടിച്ചല്ലോ, ഏത് മറ്റേ രഞ്ജിത്തിന്റെ അടുത്ത് ഒരു സാധനം എടുത്തല്ലോ, പിന്നെ പുള്ളി എല്ലാം അഭിനയിക്കുവാണല്ലോ. അപ്പൊ ഈ അഭിനയം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക എല്ലാ കാര്യത്തിലും. പുള്ളി ഒരു ക്യാരക്ടറും പിടിച്ചു, മറ്റേ ഷൈൻ ടോം ഒക്കെ പിടിച്ച പോലെ അങ്ങനെ ഒരു സാധനം പിടിച്ചത് ആരും അറിയാതെ പോയതാണ് ലാലേട്ടന്റെ പ്രത്യേകത. അത് പുള്ളി ആളുകൾ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ല, മറ്റൊന്നുമില്ല, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഷൈൻ ടോമിന്റെ എല്ലാവരും അറിഞ്ഞു. അത് ഈ കാലഘട്ടം ആയതോടെ അറിഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നി. ഇപ്പൊ അഭിനയിക്കുക ആളുകൾക്കൊക്കെ മനസ്സിലായി, ഈ വരുന്നിടത്തെല്ലാം അഭിനയിക്കുക. ഇപ്പൊ പറഞ്ഞു കേട്ടില്ല ഇഷ്യൂ ലാസ്റ്റ് ഒരു പടം അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇയാൾ എന്ത് വിചാരിച്ച്? അത് അഭിനയല്ല, അത് ഒറിജിനൽ. അതായത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള സാധനം ഇട്ടതാണ് കേട്ടത്, മനസ്സിലാവണം. രഞ്ജിത്ത് കൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്രിപ്റ്റ് ചെയ്ത് പുള്ളി അങ്ങ് തീരുമാനിച്ചു. മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ കൊറോണ എന്താ വിളക്ക് കത്തിച്ചാല് അതൊക്കെ പുള്ളിയുടെയാ. മറ്റേതുപോലെ റിവ്യൂ പറഞ്ഞ ഓർമ്മയില്ലേ, ഒരാള് ഫ്രണ്ട് ചെയ്യുന്ന ഒരാള് റിവ്യൂ പറഞ്ഞു, അത് റിവ്യൂ കേട്ടിട്ട് എന്ന് പറഞ്ഞ മറ്റേ ഒരു തിയേറ്ററിൽ ഇങ്ങനെ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്ന ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ബാക്കിൽ ശിങ്കിടി നിൽപ്പുണ്ട്. പുള്ളിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ പുള്ളി ഇത് മുന്നിൽ ഇരിക്കുന്ന ആൾ പറയുന്നത് കേട്ടിട്ട് വേണം അതുപോലെ പറയാൻ.
മുന്നിൽ പോയ ആളിച്ചിരി സിനിമയെ പറ്റി അറിയാവുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഡയറക്ടറെ അറിയാം, നല്ല സിനിമയാണ് മുൻപത്തെ, പിന്നെ പുള്ളിയുടെ മുൻപിലത്തെ 3 സിനിമകളെക്കാളും ഒത്തിരി മെച്ചപ്പെട്ടൊരു സിനിമയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് എനിക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെയധികം നല്ലൊരു സിനിമയാണ് ഈ കണ്ടത്. മറ്റു പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുക ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ടോണ്ട് പുറകിൽ ഒരു പാർട്ടി നിൽപ്പുണ്ട്. പുള്ളി ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ചാൻസ് വരുമല്ലോ, അടുത്ത മൈക്ക് ഇവിടെ വരിക. അപ്പൊ എന്തോ പറയാണ്, ഇത് കേട്ട് പുള്ളി നൈസായിട്ട് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഫ്രണ്ടിൽ താളങ്ങ് പോയി. ഇയാൾക്ക് സിനിമ എന്തോ ഇതേന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ രീതിയിലാണല്ലോ പറയുന്നത്. രാജേഷൻ എന്ന പേരങ്ങ് ഇട്ടേക്കാം ഡയറക്ടർ. രാജേഷിന്റെ മുന്നത്തെ പടം ഒന്നിനും കൊള്ളത്തില്ല, ഇത് പക്ഷെ കൊള്ളാം. മുന്നേ പോയ ആള് വളരെ കാര്യമായിട്ട് പറയുക. അതിനകത്തൊന്നും പുള്ളി വന്ന് വളരെ ഈസി ആയിട്ട് പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഇങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് ഈ വന്നത്. ഇതൊക്കെ എന്ത് തരം ഐറ്റമാണ് ഇതൊക്കെ. ഇതിനെ ഒന്ന് മിണ്ടാതെ വീട്ടിലെങ്ങാനും അടക്കിയിരുന്നാൽ മതി. ഇതിനെ സുരേഷ് ഗോപിയും രണ്ടിനെ ഒന്ന് മാറ്റി എവിടെയെങ്കിലും കൊണ്ടിടാവോ? കുറച്ച് കാലത്തേക്ക് ഇവിടെ പറഞ്ഞു വിട്ടേ. എവിടെയെങ്കിലും പോയി എവിടെ പോയി ഇവര്, എവിടെ പോയാലും എന്ത് ചെയ്യും ഇവരെ കൊണ്ട്? ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും പൊട്ടത്തരമൊക്കെ എന്നിട്ട് എല്ലാരും കാണേണ്ടി വരും. പ്രശ്നമുണ്ട്. അന്റാർട്ടിക്കയിലൊക്കെ ഇട്ടൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മറ്റേ പോളാർ ബിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറെ കാലം കഴിഞ്ഞ് നാഷണൽ ജിയോഗ്രഫി ഒക്കെ ചെല്ലുമ്പോ ഇതിങ്ങനെ നടക്കണ്ടാവും. ഇയാൾ അവിടെ ഇറക്കും ഈ വക സാധനം. മീനിനൊക്കെ നോക്കിട്ട് മറ്റേ വെള്ളത്തില് മറ്റേ ഇതിനകത്ത് മീനിനൊക്കെ നോക്കിട്ട് പോളാറ് എന്നിട്ട് ഇങ്ങനെ മീശയൊക്കെ പിരിക്കുന്നത് പിരിക്കുന്ന ഇങ്ങനെ ചെറിയ മീശയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിരിക്കുമായിരിക്കും. പുള്ളിക്ക് ഭയങ്കര ടാസ്കാ. അവിടെ ചെന്നാണ്ടല്ലോ തണുക്കുന്നതായിട്ട് അഭിനയിക്കണം പുള്ളിക്ക്. തണുക്കുന്നിടയ്ക്ക് ഞാൻ അഭിനയിക്കുമായിരിക്കും അല്ലേ? അയ്യോ, ഒരു ഏട്ടൻ ഇറങ്ങിയേക്കുന്നത്. ഒരു അളിഞ്ഞ പാടവും അതിന്റെ പുറകെ കുറെ അളിഞ്ഞ വർത്തമാനവും. പുള്ളിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പൃഥ്വിരാജൊക്കെ പറഞ്ഞില്ലേന്നേ, കളിയാക്കാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. കളിയാക്കാന്നല്ല, പൊട്ട് കളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും പൊട്ട് കളിപ്പിക്കരുത്. പറ്റിച്ച് ഇയാളെ ഇങ്ങനെയൊക്കെ ആരും പറയും. ആരാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞേ സൂപ്പറാ. മേജർ രവിക്ക് കരഞ്ഞെന്ന് ഇത് കണ്ടിട്ട്. ഇത്രയും കഴിവുള്ള ആളാ മോഹൻലാലിന്. പുള്ളി മേജർ രവി മാത്രമല്ല കരഞ്ഞത്, ഒരുപാട് പേര് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ മേജർ രവി ആശുപോയെന്ന് പറഞ്ഞ വേറെ ആൾക്കാർ പറഞ്ഞത് മേജർ രവിക്ക് തോന്നിയത് മോഹൻലാൽ ഭയങ്കര ഡയറക്ടറാന്ന്. അവിടെ മറ്റേ ദുരന്തമൂർത്തി എന്നപ്പോ ഏട്ടൻ കരഞ്ഞു. ഏട്ടൻ കരഞ്ഞു. ഇവിടെ വന്നപ്പോ മേജർ രവി രണ്ടും ദുരന്തമാണ്. എനിക്കറിയത്തില്ല. അവിടെ വെച്ച് ശരിയാ, മേജർ രവി ലാലിന്റെ കണ്ണുനീര് വരുന്ന കണ്ട്. ഞാൻ പറയാം, അത് ഇയാളൊരു എക്സ് ആർമി ആണല്ലോ ഈ മേജർ രവി. ഈ എന്തെങ്കിലും എന്താ പറയാ, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ യുദ്ധോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ആർമിക്കാരൻ എക്സ് ആർമി എന്നുള്ള നിലക്ക് പുള്ളിക്ക് അത് ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലക്കും പുള്ളിക്ക് അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. തകർന്നു പോയി കാണും ദുരന്തങ്ങൾ കാണുമ്പോൾ ഉള്ളൊരു വിഷമം അത്. പക്ഷെ ഒരു പട്ടാളക്കാരൻ അങ്ങനെ ദുരന്തങ്ങൾ കാണുമ്പോൾ വിഷമിക്കുമല്ലോ. ഇമോഷണലാണ് ഇവിടുത്തെ പട്ടാളക്കാർ. ഭാരത് മാതാ കീ അങ്ങനെ വിളിക്കുമായിരിക്കും. അകത്തിരുന്ന് വിളിച്ചോ? പുള്ളി പറയുന്ന പുള്ളിക്ക് അങ്ങ് ഭയങ്കര സങ്കടം വന്നു ഇത് കണ്ടിട്ട്. എന്നിട്ട് കരഞ്ഞെന്നാ പറയാ. ലാലിന് ഇത്രയും കഴിവുള്ള ആളാണെന്ന് മനസ്സിലായില്ലെന്ന്. അതെന്തും അത് ഊക്കല്ലേ അത്. ലാലിന് ഇത്ര കഴിവുള്ള ആളാന്ന് പുള്ളിക്ക് അറിഞ്ഞൂടായിരുന്നു പറയുന്നത്. ലാലിന്റെ കൂടെ നടന്നിട്ട് ലാലിന് ഇത് ചെയ്യാൻ പോലുള്ള കഴിവുണ്ടെന്ന് ഇവനത് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ കരയുന്നു അതും പറഞ്ഞു. കളിയാക്കുക അല്ലടാ രവി. ശരിയല്ല, മോശം. നീ എന്നെ മനുഷ്യനാടാ രവി, നീ കളിയാക്കുന്നോടാ ഞങ്ങളുടെ ലാലേട്ടൻ പിള്ളയാണ്. അതെ, രവി പറഞ്ഞത് ശരിയാ കേട്ടോ. 40-40 വർഷമുണ്ട്. മോഹൻലാലിന്റെ ചോദിച്ച പോലെ പറയാം, ഞാൻ 40 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാന്ന്. സിനിമയിൽ അഭിനയിച്ച് കൂട്ടിയിട്ട് 7ാം നമ്പർ നടനായിട്ട് നാഷണൽ അവാർഡ്, മറ്റേ അവാർഡ്, പത്മവിഭൂഷൺ കൂടെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയാ ഇയാൾക്ക് ഇത്രയും കഴിവുണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. അന്ന് കരഞ്ഞെന്ന്. എന്നിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഏതാണ് ഇവരൊക്കെ അടിക്കുന്ന സാധനം? ഇതെന്തോ കള്ളാണ്. ഓൾമോസ്റ്റ് 4 വർഷം എടുത്തു ഈ സിനിമ. 1650 ദിവസം എടുത്തു ഈ ഊളത്തരം കാണിക്കാൻ. അതായിരിക്കും പുള്ളി പറഞ്ഞ ഇത് ഒരു പ്രാവശ്യം പറ്റത്തുള്ളൂ. ഇനി ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പറഞ്ഞ പോലെ അവസാനം ഈ പടം എടുത്ത് ചത്തു. അയ്യോ, ഒന്നാമത് പ്രായമായി വരുക. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും ചിലപ്പോ ഇയാള് മരിക്കുന്ന സമയത്ത് കാണത്തില്ലായിരിക്കും, നമ്മൾ തട്ടിപ്പോകും. വേറെ കാര്യം പറയാണ്ട്, ഈ പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോ അതിന് മുമ്പ് മരിച്ചു പോകും, അല്ലെങ്കിൽ താൻ ചിലപ്പോ തന്റെ ഒരു സീൻ പറയാം.
തനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു മരിച്ചു എനിക്ക് ഈ മോഹൻലാലിനോടും മോഹൻലാൽ ഫാൻസിനോടും അസോസിയേഷനോടോ പറയാനുള്ളത്, ഈ ചെകുത്താനും കാര്യം ഞാൻ മരിച്ചു പോവോ അല്ലെങ്കിൽ അതിന് മുമ്പ് അപകടം സംഭവിച്ചിട്ട് ഇങ്ങനെ വഴിയാതിരിക്കുകയാണെങ്കിൽ മറ്റേ ഇവന്റെ അടുത്ത് ശ്രീനിവാസന്റെ അടുത്ത് പോയ സുകുമാർ അഴിക്കോന്റെ അടുത്ത് നമ്പർ ഒന്നും ഇവിടെ കൊണ്ടുപോയി ഇറക്കരുത്. കാരണം ആരും വിശ്വസിക്കില്ല. അവിടെ അത് ഓടും. ശരിയാ. ഇയാളെ വിളിച്ചോണ്ട് വല്ലൂർക്ക് പറയും അവൻ ചത്തുപോയി അല്ലെ അവന് വയ്യ, അവിടെ ചെന്ന് ലാലേട്ടനൊരു പൂച്ചെണ്ടുമായിട്ട് ചെല്ല്. എന്നിട്ട് നമ്മൾക്ക് അങ്ങനൊന്നും ഇല്ല, എത്ര വിമർശിച്ചാലും ലാലേട്ടന്റെ സ്നേഹമുള്ളവനാന്ന് കാണിക്കാൻ ഈ നമ്പർ ഇറക്കാനൊക്കെ ആൾക്കാർ പറയും. കാരണം അത്ര വിവരംകെട്ടന്മാരെ കൂടെ ഉള്ളത്. അങ്ങനൊന്നും ചെയ്യല്ലോ കേട്ടോ, നാണക്കേടായിരിക്കും. അത് ഭയങ്കര നാണക്കേടായിരിക്കും. പറയാൻ പറ്റില്ലല്ലോ, ഞാൻ അങ്ങോട്ടും വരത്തില്ല. ഇതിപ്പോ പറഞ്ഞുകൊണ്ട് ഇനി ചിലപ്പോ വരായിരിക്കും. അത് തന്നെ. ഇനി എല്ലാരും ചോദിക്കും ഇനി മോഹൻലാൽ വരച്ച നീ അങ്ങോട്ടും ഇല്ല. വേറെ കാര്യമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറ്റി ഇപ്പൊ നമ്മളത് പറഞ്ഞു കേക്ക്, നമ്മളത് പറഞ്ഞു, അത് പറഞ്ഞതുകൊണ്ട് പുള്ളി ഇത് അറിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വരണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയത്ത് പുള്ളിക്ക് ചിലപ്പോ വീണ്ടും തോന്നും അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ചെന്ന് നന്മ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുള്ളി അതും പിടിക്കും. മനസ്സിലാവണ്ടോ? ഇപ്പൊ അങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞാലും അതിന്റെ അപ്പുറത്ത് നന്മയുള്ളവനാണല്ലോ, നന്മ അങ്ങ് ചെയ്തേക്കാം. ഇവന്മാർ അങ്ങനെ ചെയ്യുന്നവരാ ചെയ്യുന്നു. ഇത് പലയിടത്തും ചെന്ന് കയറുന്നുണ്ട്. ഇപ്പൊ ഈ മരണ വീടുകളിൽ പോയിട്ടൊരു കണ്ടന്റ് ഉണ്ട് പുള്ളിയുടെ. ഈ MT മരിച്ചെടുത്ത് ഇയാളുടെ പേജുകളിൽ നിന്ന് ബൂസ്റ്റ് അടിച്ച് സാധനം കയറി വരുവാ. മനസ്സിലായി? അതൊരു കണ്ടന്റ് ആക്കിയേക്കോ. മരണ വീടുകളിൽ പോയി ലാലേട്ടൻ കാണിക്കുന്നതൊക്കെ. എന്നിട്ട് അത് കുറെ വീഡിയോ എടുത്തിട്ട് അങ്ങ് തള്ളും. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പറയും. എന്നിട്ട് അത് നമ്മൾ കാണുക. നമ്മൾ നോക്കുമ്പോ ഫേസ്ബുക്കിൽ തള്ളി കയറി വരും ഒരുപാട് മീഡിയ. അത് PR വർക്ക് ചെയ്യുന്നവരാ ചെയ്യുന്നത്. PR കൊണ്ട് വലിയ ശല്യം. മരണ വീട്ടിൽ പോയാലും PR. അതായത് എന്തൊരു നാണം കെട്ടിടപാടോ അത്. ഇത് ഒരു PR വർക്കിന് ഒരു കമ്പനിയൊക്കെ ഏൽപ്പിക്കാന്ന് പറയുന്നത് അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പക്ഷെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയണം. ഈ കൊടുത്തിട്ടുള്ള ആൾക്കാർ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് യാതൊരു ധാരണയില്ല ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നോ ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ മോഹൻലാൽ എന്ത് പറയുന്നതാണ് ആൾക്കാർ കേൾക്കേണ്ടതെന്നോ അതൊന്നും അറിയില്ല. മോഹൻലാൽ പറയുന്നതെല്ലാം തട്ടി വിടുക. അതുമല്ലടോ, മരണ വീട്ടിൽ ചെന്ന് നിൽക്കുന്നിടത്ത് പറയുന്നതും അയാൾ അവിടെ നിൽക്കുന്നതും കറങ്ങുന്നതും എല്ലാം വീഡിയോ എടുത്ത് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അത് ചെയ്യരുത്. അത് PR വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ അവിടെ പോയി എന്തോ പറഞ്ഞു, ലാലേട്ടൻ MT ആയിട്ട് അങ്ങനെയായിരുന്നു, പഴയ കുറേ ഫോട്ടോ ഇതെല്ലാം കൂടെ തള്ളിയിടും. നമ്മളിതെല്ലാം കണ്ടിട്ട് ലാലേട്ടൻ സൂപ്പർ അല്ലേ, കൊള്ളാം. എന്തൊരു നാണക്കേടാ. ലക്ഷ്മി നക്ഷത്രം ഇതിലും ഭേദമാ അല്ലേ? ലക്ഷ്മി നക്ഷത്രം ഒരാടെ ബോഡിയെ വെച്ച് കാശുണ്ടാക്കിയുള്ളൂ. സിനിമയല്ല, ഏതവിടെ ആര് മരിച്ചാലും അവിടെ ചെന്ന് വീഡിയോ എന്നിട്ട് ബൂസ്റ്റ് അടിച്ച് കയറ്റല്. PR വർക്കുകാർ അതിനനുസരിച്ച് ടൈറ്റിൽ അടിക്കല്. അതിന്റെ താഴെ ഇവരുമായിട്ട് ഒന്നിച്ചുള്ള ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇയാൾ അവിടെ നിൽക്കുന്ന ഫോട്ടോ പട്ടി ഷോയും. ഇതിന്റെ ഇടയിൽ വേറെ കാര്യം പറയാനുണ്ട്. അതായത് ഈ മോഹൻലാലിനൊന്നും ഇയാള് പറയുന്നുണ്ടാണ് സിദ്ദിഖ്, അതൊരു കണ്ടന്റായിട്ട് ഞാൻ വീഡിയോ ചെയ്ത വിഷയം തന്നെയാണ്. പക്ഷെ ഇവിടെ ഓർത്തപ്പോ പറയുന്നു എന്നുള്ളൂ. സിദ്ദിഖ് പറയണേ മോഹൻലാലിന് അങ്ങനെ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. പബ്ലിസിറ്റിയുടെ ആവശ്യം മോഹൻലാലിന് ഇല്ല. ആർക്കും പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, ഇവർക്കൊന്നും. മനസ്സിലായോ? ഈ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഈ PR ടീമിനെയൊക്കെ ഏൽപ്പിച്ചത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇത് ആവശ്യമുള്ളതാണ്, ഇത് നമുക്കറിയാതെ ആവശ്യമുള്ളതാണ്. കഴിഞ്ഞ സിനിമയുടെ കോപ്പം പറഞ്ഞ പ്രൊമോഷന് ഫോറമാള് നിൽക്കുന്നത് മോഹൻലാല്. അപ്പൊ ഇവർക്ക് പ്രൊമോഷൻ ആവശ്യമുണ്ട്. സിനിമയുടെ മാത്രമല്ല, ഇവർക്ക് വ്യക്തിപരമായിട്ടും ഇപ്പൊ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യും. ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യും. ആ സാധനം നാട്ടുകാരെ അറിയിക്കണം, മാർക്കറ്റ് ചെയ്യണം. അത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ മോഹൻലാലിനും പ്രൊമോഷൻ വേണം, മാർക്കറ്റ് ചെയ്യപ്പെടണം. അത് സിദ്ദിഖ് പറഞ്ഞ എന്നറിയോ, അവിടെ പോയി പട്ടാള വേഷം ഇട്ടുകൊണ്ട് ചെന്നൊന്നും ഉള്ള പബ്ലിസിറ്റി ആവശ്യമില്ലെന്ന്. പിന്നെ എന്തിനാ വേഷം കിട്ടി അങ്ങോട്ട് പോയത്? ഒരു ദുരന്തം കാണാൻ പോകുന്ന ഒരാൾ ഈ വേഷം കെട്ടി ചെല്ലണം. മാർക്കറ്റിംഗ് ആണ്. പിന്നില്ല, അത് മാർക്കറ്റിംഗ് ആണ്. കണ്ടാ അറിയാലോ, മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കലാപരിപാടികളാണ് ഇതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധമുള്ള ആൾക്കാരൊക്കെ കേരളത്തിലുണ്ട്. അതൊക്കെ മനസ്സിലാവും. അല്ലാതെ വെറുതെ ഒരുമാതിരി നിങ്ങൾ എന്ത് കാണിച്ചാലും ഓ സൂപ്പറാന്ന് പറഞ്ഞോണ്ടിരിക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇവിടെ നടക്കത്തില്ല. അത് രവി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രവി മോങ്ങിയെന്ന് മോഹൻലാലിന് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. രവി എന്നാ സാരല്ലേ, നൈസായിട്ട് വെച്ചു കൊടുക്കുക. അതെ, പല രീതിയിലുള്ള ഊക്ക് കൂടെ ഉള്ളൊരു ഊക്കാൻ തുടങ്ങി.
മനസ്സിലായോ? അതായത് മണിയമ്പിള്ള രാജ ഇറങ്ങി വന്നു ഭയങ്കര സിനിമയാണ്, ഭയങ്കര പടമാണ്. പോയിരുന്ന് ചിരിച്ചണ്ട അവിടെ. അയ്യോ ആരിലൊക്കെ ഇവരൊക്കെ തന്നെ പറഞ്ഞിരിക്കുമായിരിക്കും അല്ലേ. ഈ മോഹൻലാലിന്റെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ഈ മോഹൻലാലിനെ നോക്കി കോമഡി ഒക്കെ പുറത്തു പറയാത്ത ഈ ആൾക്കാർ വേറെ എന്ത് പറയും. അല്ല ഞാനൊരു കാര്യം കൂടെ ഒരു നമ്മുടെ കൂട്ടത്തിൽ ഒരു പൊങ്ങി ഉണ്ടെന്ന് വിചാരിക്കാം, സ്വയം പൊക്കി ഒരുത്തൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവന്റെ കയ്യിലാണെങ്കിൽ കുറെ കാശുണ്ട്, അത് തന്നെ. ഇവനാണെങ്കിൽ ഭയങ്കര ആൾക്കാർക്ക് മുഴുവൻ ഇവന് ഇഷ്ടമാണ്. വേറെ കുറെ ആൾക്കാർക്ക് എല്ലാവരുടെ കാര്യമല്ല, പൊതുവില് ആൾക്കാർക്ക് ഒരു ഇഷ്ടമുണ്ട് ഇയാൾ. അങ്ങനെ ഒരു വാണം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാറിപ്പോവാൻ പറ്റും. പക്ഷെ ഇത് ചില കേസസിൽ മാറിപ്പോവാൻ പറ്റാത്ത തരം പരിപാടികൾ വരും, മനസ്സിലാവണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. സത്യം. അങ്ങനെ ഒരുത്തം പോയിട്ടുണ്ട്, മനസ്സിലായി? അവൻ പോയല്ലോ, അവനവിടെ നിൽക്കാറില്ലല്ലോ. എടോ അതല്ല ഞാൻ പറഞ്ഞേ, ഈ സിനിമയ്ക്ക് പൃഥ്വിരാജ് ഇറങ്ങിപ്പോയി. എടോ അങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇറങ്ങിപ്പോയി. പിന്നെ ഇതിലേക്ക് വേറെ വിറ്റുണ്ട്. ഇപ്പൊ മേജർ രവിയെ ഈ പടം കണ്ടിട്ട് വേറെ എന്ത് പറയാന്, എന്ത് പറയും വന്നിട്ട് താനൊന്ന് ആലോചിച്ചേ. പുള്ളി ഇരുന്ന് ഇങ്ങനെ പടം കണ്ടപ്പോൾ ആലോചിച്ചാണ് ഞാൻ എന്ത് പറയണം, ഇയാളെ പറ്റി എന്തെങ്കിലും പൊക്കി പറയണമല്ലോ. അപ്പോൾ പുള്ളി കണ്ടുപിടിച്ച സാധനം അത്. അവിടെ ഇരുന്ന് ഇവരൊക്കെ ആലോചിക്കും സിനിമയെ പറ്റി എന്തിനും പറയാമെന്ന് വിചാരിച്ചാൽ സിനിമയ്ക്കകത്തൊരു പഴവും കാണത്തില്ല പറയാൻ. അല്ല ഇനിയിപ്പോൾ അത് കണ്ടാലും വലിയ കാര്യമൊന്നുമില്ല. ഇയാൾക്ക് വലിയ ഐഡിയ ഉള്ള ആളൊന്നും അല്ലല്ലോ. സിനിമയെന്ന് പറഞ്ഞാൽ കാണിച്ചു കൂട്ടിയൊക്കെ നമ്മൾ കണ്ടല്ലോ. അല്ല ഇങ്ങനെ ഒന്ന് ആലോചിക്കും, ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയണേന് പുള്ളി പറയുന്നത് മോഹൻലാലിന് ഇത്രയും കഴിവുണ്ടെന്ന് വിചാരിച്ചില്ല, അറിഞ്ഞില്ല. അത് എന്നിട്ട് പോട്ടെ, ഇത്രയും കഴിവുണ്ടെന്നാണ് ഞാൻ പുള്ളി കരച്ചിൽ വന്നു. പിന്നെ ഇമാതിരി സാധനമൊക്കെ പറയുമ്പോ ചിലപ്പോ മനസ്സ് വിങ്ങിപ്പോയി കാണുള്ളൂ, മനസ്സിലാവുണ്ടോ? വിങ്ങിപ്പൊട്ടി രവി. മേജർ ഒന്നും ഇനി വിളിക്കാൻ പറ്റത്തില്ല. തട്ടിപ്പ് കേസിലൊക്കെയുള്ള പ്രതികളെ ഒന്നും നമ്മൾ മേജർ എന്ന് വിളിക്കുന്നത് മേജർമാർക്ക് നാണക്കേടാ, അതുകൊണ്ടാണ് കേട്ടോ. അത്രേ ഉള്ളൂ. എന്തോ കുറ്റവാളി എന്നൊന്നും പറയണ്ട, ഒരു കേസിൽ പ്രതി. പല ഇങ്ങനത്തെ അൽവൃത്ത് വള്ളിക്കെട്ടിലൊക്കെ പോയി ചാടുന്ന ഒരു പട്ടാളക്കാരനായതുകൊണ്ട് പട്ടാളക്കാർക്ക് അത് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അയാളെ രവി എന്നൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. രവി അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അത് മറ്റേത് രവി മോഹനും അല്ല, മോഹൻലാൽ എന്നുള്ള ആളുടെ പേരാണ് ഓക്കെയാ. പക്ഷെ രവി മേജർ രവി എന്നൊന്നും ഇനി വിളിക്കത്തില്ല, അതിന്റെ ആവശ്യമില്ല. അവനെ ഒന്നും അങ്ങനെ വിളിക്കണ്ട. മേജർമാർക്ക് നാണക്കേടായിരിക്കടോ. ഏതെങ്കിലും മേജറിനെ ഇതുപോലെ തട്ടിപ്പ് സ്ത്രീകളെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ കേസിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? തനിക്ക് എത്ര മേജർമാരെ അറിയാം കേരളത്തിൽ ഇങ്ങനത്തെ അളിഞ്ഞ കേസിൽ പെട്ടേക്കുന്നത്? ഒരാളുടെ പേര് പറയാവോ? എനിക്കും അറിയത്തില്ല. തനിക്കറിയാവോ? ആർക്കും അറിയത്തില്ല. അപ്പം മേജർ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ തട്ടിപ്പ് ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് മറ്റേ കച്ചവടം മറിച്ച കച്ചവടം, പിന്നെ മീഡിയ വന്നിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കൽ, പിന്നെ ഏതെങ്കിലും പാർട്ടിയെ സപ്പോർട്ട് ഒന്ന് വാങ്ങുമ്പോൾ വേറൊന്ന് ഫ്രീ. ഞങ്ങളുടെ സംഘടനയാണ്, ഞങ്ങൾ വേഷം കെട്ടിച്ചെന്ന് മറ്റേ ഇത് കളിക്കും, ഫാൻസി ഡ്രസ്സ് കളിക്കുന്ന ആൾക്കാരൊന്നും മേജർമാരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഊളത്തിനും കാണിക്കുന്ന ഒരാളെ ഇനി മേജർ ഒന്നും നമ്മൾ വിളിക്കും. ഞാൻ പറയത്തില്ല, രവി അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട രവിക്കിനി. ഒരു രവി ഇറങ്ങിയേക്കുന്നു. അതിനിടയ്ക്ക് ഉണ്ണിമുകുന്ദൻ പടം കണ്ടിട്ടേ എങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെ പറഞ്ഞത് മറ്റേ ഡയലോഗ്. ഈ ഡയലോഗ്സ് നോക്കുന്നില്ലെന്ന്. ഇംഗ്ലീഷിൽ 3 ഡയലോഗ് പറഞ്ഞു, മാസ് ഡയലോഗ്. മലയാളത്തിൽ 3 മാസ് ഡയലോഗ് പറഞ്ഞു. 6 ഒത്തില്ലല്ലേ? ആദ്യം നേരം ഡയലോഗ് പറയിക്കാതിരിക്കാൻ വായിൽ വലിയ ചുരുട്ടും തള്ളി കയറ്റി കൊടുത്തു. അതങ്ങനെ ആയിരിക്കില്ല. അതായത് ഡയറക്ടർ ഈ ഡയലോഗ് പറയിപ്പിക്കുമല്ലോ, പറയിപ്പിക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ശരിയാവാതെ പ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞിട്ടുണ്ടാവും. ഈ മറ്റേ ഇയാൾ അസോസിയേറ്റ് വന്നിട്ട് പറയും ഡയലോഗ് ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്, താൻ്റെ കാര്യം ചെയ്യും, ആ മോയിന്റെ വായിലോട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ല, സിഗരറ്റ് അല്ലല്ല അസോസിയേറ്റ് പറയാടേ ഒരു സിഗരറ്റ് അങ്ങോട്ട് കൊടുത്താലോ, സിഗരറ്റ് വലിപ്പിച്ചാലോ, ഒരു സിഗരറ്റ് അങ്ങ് വലിപ്പിച്ചാലോ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഈ അളിയൻ പണ്ട് ഈ സിഗരറ്റൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പറച്ചിലുണ്ടല്ലോ, സിഗരറ്റ് ഇല്ലടാ ചുരുട്ടുണ്ട് വേണോ എന്ന് പറഞ്ഞാലും ഈ അളിയൻ പറഞ്ഞോ അവനെ ചുരുട്ടം വെച്ചോട് എന്ന് പറഞ്ഞോട്. നേരം വലിക്കുവോ? ചുരുട്ടും കത്തിച്ചങ്ങ് നടക്കുവാ. അപ്പൊ അയാൾക്ക് എന്തോ കുഴപ്പമുള്ള ഒരാളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചുരുട്ട് വായി കുട്ടി വെച്ചിട്ടു മാഫിയ ആയിരിക്കും ചിലപ്പോ, മാഫിയ മൂട് പിടിച്ചായിരിക്കും. അല്ലെ ശരിക്കും കഥാപാത്രത്തിന് അതിന്റെ ആവശ്യമുണ്ടോ? മാഫിയ ചുരുട്ട് മനസ്സിലാകണ്ടോ? ആ സാധനമാണ്. കേരളം ഇയാള് മലയാളിയായിട്ടാണോ ഇവിടെ ആ ചുരുട്ട് വലിക്കുന്നത്? ഞാൻ ഈ ചുരുട്ട് വലിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടോ? ആരുമില്ല ഇവിടെ ഒന്നും ചുരുട്ട് വലിക്കുന്ന ആൾക്കാർ. ഇതുകൊണ്ടാണ് ഡയലോഗ് ശരിയാകുന്നില്ല. 6 മാസം ഡയലോഗ് ഊമ്പിപ്പോയെന്ന്.
ആക്ഷൻ നല്ല എന്ന് പറയുന്നത്, ആക്ഷൻ സൂപ്പറാന്ന് അല്ല അയാളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ഈ ആക്ഷൻ സൂപ്പർ ആക്കുന്നത് നടന്റെ പരിപാടിയാണോ എന്നുള്ള എങ്ങനെ ഡയറക്ടറുടെ ഭാഗത്തു നിന്നാണോ ഡ്യൂപ്പിന്റെ ഭാഗത്തു നിന്നാണോ? ഉണ്ണിമൂന്ന് നല്ലപോലെ ഫൈറ്റ് ചെയ്തു, അടിപൊളിയാ. പ്രശ്നം എവിടെയാന്ന് പറയാം, ഇപ്പൊ ഒരു ആക്ഷൻ മൂവി ചെയ്യാന്ന് വിചാരിക്കുക. ആക്ഷൻ മൂവി ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ആക്ഷനിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന്റെ കൊറിയോഗ്രാഫി ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ട് അതിനകത്ത് മാത്രം ശ്രദ്ധിച്ചിട്ട് ബാക്കിയൊക്കെ ചിലപ്പോൾ ലൂസായിട്ട് വിടും. ലൂസായിട്ട് വിടുന്ന ഇയാളെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും. മേ ബി അല്ല പറ്റുമൊക്കെ ചെയ്യുമായിരിക്കും. ഇത്ര നാളത്തെ വേറൊരു കാര്യമുണ്ട്, ഇത്ര നാളത്തെ പരിചയം ഉണ്ടല്ലോ, ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ചില ഇപ്പൊ കൊള്ളാവുന്ന ഒരു ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് അഭിനയിപ്പിക്കാനൊക്കെ പറ്റും. പറ്റാതിരിക്കൊന്നും സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പരിപാടി നടത്താനൊക്കെ പറ്റും. ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കും ചെയ്യുന്ന പോലെ. അപ്പൊ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടത്താനൊക്കെ ഇയാൾക്ക് പറ്റും, മനസ്സിലാവുണ്ടോ? പക്ഷെ ഈ സാധനം ഇത് കുറച്ച് ലൂസ് ആക്കിയിട്ടുണ്ട്, എവിടേക്കോ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ആക്ഷൻ ഗുഡാണ്. ആക്ഷന്റെ ഏരിയയിൽ ഇവര് ഭയങ്കര നന്നായിട്ട് ഇവര് ആക്ഷൻ മൂവി എടുക്കുകയാണല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കും. പഞ്ചൊന്നും ഒത്തില്ലല്ലേ? എന്താ കാര്യം? ശബ്ദം കൊള്ളത്തില്ലേ? ഉണ്ടോ? അത് കുഴപ്പമില്ല. ഉണ്ണിമൂന്നൻ അതങ്ങ് സഹിച്ചു കാണും. ചുരുട്ട് കൊടുത്തപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടാകുന്നു, വല്ല പോസ്റ്ററെല്ലാം ഇങ്ങനെ ചുരുട്ട് കത്തിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ സ്റ്റൈല് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന. വേറെ ഏതെങ്കിലും പടത്തിന് ഇപ്പൊ ജോൺ വിക്കിനകത്തൊന്നും ഇങ്ങനൊന്നും ഇല്ലല്ലോ, ചുരുട്ടും കടിച്ചു പിടിച്ചോണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഡയലോഗ് പറയാനോ അഭിനയിക്കാനൊക്കെ അറിയാലോ, അതിന്റെ ആവശ്യം ഞാനും കണ്ടില്ല. ശരിയാ, ജോൺ വിക്കിനകത്തൊന്നും അങ്ങനൊന്നും ഇല്ല. വേറെ ഏത് പടത്തിലുള്ള ചുരുട്ടും കടിച്ചു പിടിച്ചോണ്ട് നായകന്മാർ നടക്കുന്നത്? ഇല്ല, ഈ ഇന്ത്യൻ മൂവീസിലൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ആവശ്യത്തിനല്ലേ, അത് പിന്നെ ഫുൾ ടൈം ഇങ്ങനെ വലിച്ച് ഇത് വലിക്കുന്നല്ലോ. അയാളെ ചുരുട്ട് വിളിക്കുന്ന അത് സിനിമക്കകത്ത് അങ്ങനെ ആയിരിക്കും. ഈ ചുരുട്ട് കട്ട് ചെയ്യുന്ന സീനുണ്ടോ എവിടെയെങ്കിലും? അതൊന്നും ഇല്ല. കത്തിച്ച് എപ്പോഴും പുതിയൊരു ചുരുട്ട് ഇങ്ങനെ കത്തി പിടിച്ചോണ്ടിരിക്കും. അവൻ അറിയത്തില്ലായിരിക്കും അത്. ഇതിനകത്ത് ഈ ക്രേറ്റിനകത്ത് വെച്ചേക്കുന്ന ഗണ്ണൊക്കെ ഉണ്ട്, വലിയ മറ്റേ ഈ കറങ്ങി വെടിയൊക്കെ സാധനം, ആ സാധനമൊക്കെ ലോഡടാ. ഉണ്ടൊക്കെ മാല പോലെ എടുത്ത് അതിനകത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഈ ക്രേറ്റിനകത്ത് ഏതെങ്കിലും കച്ചിക്കകത്തൊക്കെ വെക്കത്തില്ലേ ക്രേറ്റിനകത്ത്, ഈ സാധനം ലോഡടാ. അപ്പൊ ഇവർക്ക് അതിനെ കുറിച്ച് ധാരണയില്ല. ഇല്ല, ഇതെടുത്ത് വെച്ചേക്കും. അങ്ങനെ ആ ഗണ്ണിരിക്കുന്നതായിരിക്കും ഇവര് വിചാരിച്ചേക്കുന്നത് അല്ലേ? ഈ ഗണ്ണ് ഇങ്ങനെയാന്ന് മേടിക്കാൻ കിട്ടുന്നത്. ഇങ്ങനെ മറ്റേ മാലയൊക്കെ കയറ്റി ജ്യൂസ് പെട്ടെന്ന് യൂസ് മനസ്സിലാക്കിയ ചുരുട്ട് കട്ട് ചെയ്യുന്ന ഒരു സംഭവം വന്നിട്ടില്ല. അത് ചുരുട്ട് വലിച്ച് പരിചയമില്ലാത്ത ചുരുട്ട് ഉപയോഗിച്ചുള്ള കുഴപ്പമില്ല. ഇത് അമൽനിധി ഈ സാധനത്തിനകത്ത് ചുരുട്ട് കട്ട് ചെയ്യുന്നത് ക്ലോസപ്പ് സ്ലോ മോഷൻ ഒരു 5 കട്ടും കാണിച്ചു. എന്നിട്ട് താഴെ വീണിട്ട് ഭൂമിയുടെ ഗ്രാവിറ്റി വരെ പറയും. അതെ, അത് ശരിയാണ് ചെയ്യും. നേരിതാണ് ആഷിഖപ്പും അമൽനിധി ഒന്നാണല്ലോ. അത് ഈ പറഞ്ഞ പോലെ മോഹൻലാലും മറ്റേ ഇവര് ദിലീഷ് പോത്തൻ, ആഷിഖപ്പു, ദിലീഷ് പോത്തൻ വേറെ സാധനം, ദിലീഷ് പോത്തിന് കുറച്ച് വേറെ സാധനം. അയാൾക്ക് കുറച്ച് ജീവിതാനുഭവം ഒക്കെ ഉള്ള മനുഷ്യനാണ്. അയാൾ ഈ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച് മനുഷ്യന്മാരൊക്കെ ആയിട്ട് ഇടപെട്ട് വേറെ സാധനം അറിയാം. മറ്റേ ഒരു പോലീസുകാരുണ്ടായിരുന്നല്ലോ, ഒരു റിട്ടയർഡ് നടനല്ല, അതായത് പുള്ളി എന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പം എന്തെങ്കിലും കേസ് ആർക്കും തെളിയിക്കാൻ പറ്റുന്നില്ല, പുള്ളി അവിടെ പോയി താമസിക്കും. ഒരു 2-3-4 മാസമൊക്കെ ആ സ്ഥലത്തൊക്കെ താമസിക്കും. താമസിച്ച് അവിടുത്തുകാരായിട്ട് എല്ലാം കമ്പനിയായി പുള്ളി കേസ് തെളിയും. എവിടെ ഉണ്ട്? ടി വി ന്യൂസ് ഉണ്ടോ? അതൊക്കെ പോട്ടെ, വിട്ടേക്ക്. ആണല്ലേ? ഓർമ്മയുണ്ടോ? മറ്റൊരു ജോർജ് ജോസഫ് ആണോ? റിട്ടയർഡ് SP ജോർജ് ജോസഫ് ആണ്. അതുപോലെയാണ് പോത്തൻ. പോത്തൻ അങ്ങനെയല്ലേ? അതിനകത്ത് കിടന്ന് മെഴുകി. ഈ റൈഫിൾ ക്ലബ് അടിപൊളിയാന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റൈഫിൾ ക്ലബ്ബാ. അവരെന്നിട്ട് ആഡും ചെയ്യുന്നില്ല, ഇന്ന് ടിക്കറ്റും കിട്ടിയില്ല, നമ്മൾ നോക്കിയിട്ട് എല്ലായിടത്തും ഫില്ലാണ്. പോരാത്തതിന് ഇവര് ഇത്രയും പ്രൊമോഷൻ ഇല്ല, ഒരു കച്ചറ ഇറക്കി വിടുന്നില്ല. അതവിടെ സൂപ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മൗത്ത് പബ്ലിസിറ്റി മാത്രം. പക്ഷെ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ഇവര് ചെയ്യുന്ന സിനിമ ആകുമ്പോഴേ ഈ മട്ടാഞ്ചേരി മാഫിയയുടെ പടമാണല്ലോ. അപ്പൊ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിൽ ജൂതന്മാരില്ല ഇപ്പോൾ. അവരെ കൊടുത്ത് പോയി. ജൂതന്മാരെല്ലാം മറ്റേ ജ്യൂസ് സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ട്.
ഇനി ഇവിടെ ബാക്കിയുള്ളത് ആ ജൂത പള്ളി മാത്രമാണ്. അതാണെങ്കിൽ ഇപ്പോൾ തുറക്കാറുമില്ല, ശവക്കല്ലറയാണ്. അപ്പോൾ ജൂതരെ ഇവിടുന്ന് ഓടിച്ചതിന് ശേഷം മട്ടാഞ്ചേരി മാഫിയ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നാട്ടുകാർ വിചാരിക്കുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുമ്പോൾ എന്തല്ലേ എന്ത് പറച്ചില്ലല്ലേ. നല്ല പടം അത്. അപ്പൊ പറഞ്ഞു തന്നത് ഇവരുടെ സിനിമക്കുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മറ്റേ ഫ്രഞ്ച് സിനിമ, മറ്റേ അവിടുത്തെ സിനിമ, ഇവിടുത്തെ സിനിമയൊക്കെ എടുത്തിട്ട് ഒരു 4 സിനിമയൊക്കെ അങ്ങ് ക്ലബ് ചെയ്ത് ഒരു സാധനം ആക്കിയിട്ട് റൈഫിൾ ക്ലബ്ബ് ഇറക്കിയതാണൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായത്? കണ്ടാലേ പറയാൻ പറ്റും, കാണേണ്ടവരും. പക്ഷെ എങ്കിൽ പോലും വൃത്തിക്കാ ചെയ്തേക്കുന്നത്. ഈ അമൽനീരത് ചെയ്യുന്നതും അങ്ങനെയാണല്ലോ, അങ്ങനെയാണെന്ന് പറയുകയാണ്. അമൽനീരത് ഈ പരിപാടി നടത്തുന്നെങ്കിൽ അത് മെനക്ക് കാണിക്കാനുള്ള ഒരു സാധനം കാണിക്കും. ഇത് മറ്റേ സീരിയൽ എടുക്കുന്ന പോലെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് കൈയടിച്ചോളൂ എന്ന് പറഞ്ഞ ആറാട്ട് സിനിമ. മനസ്സിലാവുണ്ടോ? ഇത് തിരുവനന്തപുരം ലോബി, നായർ ലോബിയുടെ പടമാണ് ഈ ആറാട്ട് പോലത്തെ സിനിമ. ബി ഉണ്ണികൃഷ്ണൻ മറ്റേ ഈ ടീമാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു ക്വാളിറ്റി നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് കാണിച്ചു വെച്ചാൽ എന്താന്നുള്ളത്. ചുമ്മാ കുറെ കമ്പി ഡയലോഗും എന്നിട്ട് വരുന്നു, കമ്പി പറയുന്നു. എന്നിട്ട് ഇമാര് ഇതിനിടയ്ക്ക് അടിച്ചു വിട്ടുന്നേ. ഇതിനകത്ത് ചില ആൾക്കാർ എഴുതി വിടുന്നതാ മട്ടാഞ്ചേരി മാഫിയൊക്കെയാ ബറോസ് പൊട്ടിക്കുന്നതെന്ന്. ഇത് പൊട്ടിക്കേണ്ട ആവശ്യമാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതന്നെ. എന്നിട്ട് ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ കലക്കുക. പോട്ടെ, ഇതിനകത്ത് ഇവനെ ഉണ്ണിമൂന്നിന്റെ കാര്യത്തിൽ വരെ ഇവന്മാർ കലക്കിയിടും. ഉണ്ണിമൂന്നൻ ഇപ്പൊ വേണ്ട സുഡാപ്പികളെ ഫണ്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേ എന്താ ശബരിമല പരിപാടി നടത്തിയല്ലോ, അപ്പൊ എല്ലാരും എതിർത്ത്. പക്ഷെ ഈ ടീം വന്നപ്പോ വർഗീയമായ പരിപാടികളായതുകൊണ്ട് ഉണ്ണിമൂന്നിന് ഹൈപ്പ് കിട്ടുന്നത്. അതേസമയം ഉണ്ണിമൂന്നൻ മറ്റേ ടീമിൽ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ പടം എടുത്താൽ പോലും ചിലപ്പോൾ വിജയിക്കത്തില്ലാത്ത പോലത്തെ രീതിയിലൊക്കെ എന്തൊക്കെ എഴുതി പിടിപ്പിക്കുക. മനസ്സിലായോ? ഭയങ്കര ഗതികെട്ടവന്മാരായി ഇവന്മാര് ഗതികെട്ടവന്മാരാണോ? ഇത് അല്ല, ഡിവൈഡ് ആൻഡ് റൂളൊന്നും ഇല്ല. അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല ഇത് പറയുന്നത്. ഇവരൊരു ഗതികെട്ടവന്മാരാ. മനസ്സിലായില്ലേ? ഇവന്മാർക്ക് ഒന്നിനും കൊള്ളത്തില്ല ഇവരെ. തനിക്ക് മനസ്സിലായോ? ഇതെല്ലാം ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതും ഒരു എന്താ പറയണ്ടേ, ഗ്രാമപ്രദേശത്തും ഏതെങ്കിലും അമ്പലത്തിന് ചുറ്റുപറ്റിക്ക് നിൽക്കുന്ന വെറും തറ ആൾക്കാരായിരിക്കും. അവരുടെ ഒരു എന്താ പറയണ്ടേ ഫ്രസ്ട്രേഷനും വിവരക്കേടും എല്ലാം കൂടെ കലങ്ങിയുള്ളൊരു പരിപാടി കാണിക്കുന്നത്. ഇതിന് പറ്റിയ കുറേ യൂട്യൂബർമാരൊക്കെ ഉണ്ട്. ഒരു പോങ്ങൻ എന്നൊക്കെ പറഞ്ഞൊരുത്തിൽ നിന്ന് പറയുന്നത് കേൾക്കണം ഇരുന്നുകൊണ്ട്. ഈ കഥയൊക്കെ മാറ്റി ഇത്തിരി ഊളുകൾ എൻ്റർടൈൻ ചെയ്യുക. മനസ്സിലായോ? അവനാണെങ്കിൽ കടിച്ചപ്പെട്ടത്തെ ഓരോ വാക്കും പിടിച്ചോണ്ട് വരും. എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് പുള്ളിക്ക് ഇതൊക്കെ ഇങ്ങനത്തെ രീതിയിൽ അവതരിപ്പിക്കാൻ അറിയാം. നല്ല വിവരക്കേട്, ഒരുമാതിരി എന്താ പറയുക, കൊള്ളാവുന്ന ഭാഷയിലങ്ങ് പറയും. ഇവൻ ഇതാ പറയുന്നേ. തീട്ടം പൊതിഞ്ഞു തരും അല്ലേ? തീട്ടം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൊതിഞ്ഞിട്ട് പെർഫ്യൂം അടിച്ചിട്ട് ചെറിയൊക്കെ വെച്ചിട്ട് ഈ പൊട്ടന്മാർക്ക് കൊടുക്കുമ്പോ ഇവര് ബേക്ക് ചെയ്ത് കൊടുക്കും തീട്ടം. അത് തന്നെ, അത് ഒരുങ്ങി കിട്ടിയിരിക്കുന്നേ. ഇവൻ ഇരിക്കുന്നേ കാണണം. ഇവൻ ലൈറ്റ് ചെയ്ത് കളർ ഷർട്ടൊക്കെ ഇട്ട് പോകെന്ന് പറഞ്ഞാൽ മറ്റാന്ന് പറഞ്ഞാൽ ഏണ്ടൊക്കെ പറയും. ഇവന് കുറച്ച് ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ അറിയാം. അതിനിപ്പോ സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ കട്ടുണ്ട്, 1000 കട്ട് ആണ് ഈ വീഡിയോയ്ക്കകത്ത്. എന്നിട്ട് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. പണ്ട് ബാല തോക്കുമായിട്ടൊക്കെ വന്നപ്പോ ഇവൻ എനിക്കെതിരെ സംസാരിച്ചവനാ. മനസ്സിലായി? അതായത് ചേർത്താന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ വേണമെന്ന്. അതായത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പുള്ളിക്ക് ഇഷ്ടം. ഭയങ്കര കിടിലനാ സംഖ്യ തീട്ടം. അത് തന്നെ. അവനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കും. ഇങ്ങനെ കുറച്ച് മെനക്കെടും. ഇവന്റെ ഇരിപ്പ് മട്ടും കണ്ടറിയാം നല്ല മെനക്കെട്ടാ ഇരിക്കുന്നത്. ഇവന് ഒരുങ്ങിയിട്ടേ താൻ ക്യാമറ മൈക്ക് എല്ലാം സെറ്റ് ചെയ്ത് പുള്ളി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുങ്ങിയിരിക്കും. എന്നിട്ട് ഇതൊരു 100 പ്രാവശ്യം കട്ട് ചെയ്ത് ഇവൻ ഇങ്ങനെ വായിച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കി പറഞ്ഞ് ഇത് തീരുമ്പോഴത്തേനും ഒരു സമയമാവും. മനസ്സിലായത് എനിക്ക്? ഇത് കണ്ടറിയാം ഇവൻ ഇരുന്ന് ഉണ്ടാക്കുന്നതെന്ന്. എല്ലാം അവന് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നാച്ചുറലായിട്ട് പറ്റത്തില്ല. കാരണം രാവിലെ തുടങ്ങുന്ന സാധനം വൈകിട്ടായിരിക്കും തീരുന്നേ. ഇനി ഇവന് വേറെ വല്ലതും എഴുതി കൊടുക്കുന്നതാണോന്നും അറിയത്തില്ല. അതിൽ കഷ്ടപ്പെടുന്നുണ്ട്, നല്ലപോലെ കഷ്ടപ്പെട്ട് തീട്ടം പാക്ക് ചെയ്യുക. മനസ്സിലായോ? തീട്ട ഒന്ന് കളറാക്കണമെന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പണിയെടുക്കുന്ന ഒരുത്തൻ ഞാൻ നോക്കിയപ്പോൾ അവനിരുന്ന് ഇതുപോലത്തെ പൊളിറ്റിക്സ് പറയുമായിരുന്നുണ്ട്. അതായത് ഉണ്ണിമൂന്നൻ ഇങ്ങനെയാണെന്ന് അങ്ങനെയാണോ, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇത് അവന്മാരോടെ കൂട്ടി ഉണ്ണിമൂന്നൻ വേറെന്തോ ആവും എന്നൊക്കെ പറയുന്ന ഓരോരുത്തർ കണ്ടന്റ്. ഇതിനെന്നിട്ട് പൊട്ടസംഖ്യകളെല്ലാം കൂടെ വന്നിട്ട് സൂപ്പറാണ്. ആ പറഞ്ഞ വളരെ ശരിയാന്നുള്ള രീതിയിൽ. ഇതിനൊക്കെ ഇടയിൽ എന്തിനാണ് ഈ മാഫിയെന്നും മട്ടാഞ്ചേരിയെന്നും സൂഡാപ്പിന്നും ഈ വർഗീയതയൊക്കെ കലക്കുന്നേ? ഈ പ്രൊഡ്യൂസർ മുസ്ലിമാ. ഉണ്ണിമൂന്നൻ ഇതൊന്നും ഒരു വിഷയമല്ല. മനസ്സിലായി? ഉണ്ണിമൂന്നൻ ഉനീസ് മുഹമ്മദ് ഉണ്ണി മുഖത്ത് എന്നുള്ള മാറ്റി ഉണ്ണീസ് മുഹമ്മദ് ഇവന്മാരാക്കും അതൊക്കെ. അവനാണ് എറണാകുളത്താണ് താമസിക്കുന്നത് ഉണ്ണിമുന്തൻ. എടേ ഇവന് ഇങ്ങനൊന്നും പ്രശ്നമുള്ളവനായിരിക്കത്തില്ലടോ. ചിലപ്പോൾ ഇവനൊരു സമയത്ത് ശരിയാ ഈ ഉണ്ണിമുന്തൻ ഹനുമാനൊക്കെ പിടിച്ചോണ്ട് വന്നപ്പോൾ ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവൻ വിശ്വാസിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനടിമയാവണം. ഇവന്മാര് പറയുന്ന പോലെ ഇരിക്കണോ?
ഇയാള് എന്തൊരു തെണ്ടികളാണ് വേറെ ആരുണ്ട്. ഉണ്ണി മോഹന്തന് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ഉണ്ണി മോഹന്തൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അയാള് മറ്റേ എന്താ പറയണത്, ഈ ഭാരതം എന്ന് പറയുന്ന എന്റെ നേഷൻ എന്നുള്ള സാധനം പിടിച്ചേക്കുന്നത്. നേഷൻ എന്ന് പറയുന്ന സാധനം ഇവിടെ പിടിക്കുന്നത്, ആ സാധനം പിടിച്ച് ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആവാൻ പറ്റുന്ന ഒരു BJP അനുഭാവ നിലപാട് കാരണം അവനെ പറ്റുള്ളൂ. അതുണ്ട്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, ആയിക്കോട്ടെ, സമ്മതിച്ചു, സംഘി അതങ്ങ് മനസ്സിലാക്കി. പക്ഷെ ഇതിന് ഇത്ര വർത്താനം പറയാൻ എന്തിരിക്കുന്നു? എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നത് അറിയാമോ? പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റം ഇറക്കിയാലാണ് ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്നൊക്കെയുള്ള സാധനമുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ പ്രൊമോഷന്റെ ഭാഗം പോലും ആയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലുണ്ട്, ഈ ടീമാണ് ഇവർ മുഴുവൻ. ഇവർ ചിലപ്പോൾ വേറെ പരിപാടി അവതരിപ്പിക്കും. ശരിയാ, പറയാൻ പറ്റത്തില്ല. ഇവർ ചുമ്മാ അങ്ങനെയുള്ളവരെ കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ്, സിനിമയ്ക്കിടെ കുത്തിത്തിരിപ്പ്. കണ്ടന്റ് മോശമാണല്ലോ. ഇവർ എടുക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി ഇത്ര ഉള്ളൂ എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇത് കാണുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരു സിനിമ കാണുന്ന സാധാരണ ഒരു ഓഡിയന് മനസ്സിലാവും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ കാണത്തില്ല അല്ലെന്ന്. ഇതിപ്പോ ഇവര് കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുമല്ലോ ഇതിങ്ങനെയാന്ന്. മനസ്സിലാവുണ്ടോ? പിന്നെ ഇതിനകത്ത് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഹൻലാലൊക്കെ വന്ന് പറയുന്നില്ലേ, ഇത് ഇങ്ങനെയാണ് സിനിമ, ഇത് ഭയങ്കര കഷ്ടപ്പെട്ട സിനിമയാണ്, ഇത് ഭയങ്കര നല്ല സിനിമയാണ്, ഇതുവരെ കേരളം കാണാത്ത 1650 ദിവസം ഇനി ഇതുവരെ കേരളം കാണാത്തൊരു സിനിമ എന്നൊക്കെ പറയില്ലേ? അത് ശരിയായിരിക്കും. ഇതുവരെ ആ സിനിമ കേരളം കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞാലാണല്ലോ പിന്നെ വേറെ. പറഞ്ഞ കറക്റ്റാ. ഈ പടം വരെ ആദ്യമായിട്ട് ഞാൻ കണ്ടത്. ഇപ്പൊ ഈ കാണുന്ന പടമില്ലേ, ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കണ്ടതാ. നല്ല പടങ്ങളാണ്. ഇത് കണ്ട്, ഇത് നല്ല പടം, ഇത് നല്ല പടം, ഇതെല്ലാം നല്ല പടമാ. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കണ്ടതാ. ആദ്യമായിട്ട് കണ്ട പോലെ. അതെ അതെ, പിന്നെ കണ്ടപ്പോ രണ്ടാമത്. ഇപ്പൊ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് എത്രാമത്തെയാന്ന് അറിയത്തില്ല. എത്ര പ്രാവശ്യമായി കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ദിവസം പറയാം, ഒരു 5-6 ദിവസമായി കാണുന്നത്. നല്ല പടവാ. എല്ലാ പടവും ഞാൻ കണ്ടായിരുന്നു ഒട്ടിച്ചപ്പോ. അപ്പൊ അത് തുറന്നപ്പോ ആദ്യം കണ്ട്, ഒട്ടിച്ചപ്പോ രണ്ടാമത് കണ്ട്, പിന്നെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ മൊത്തത്തിൽ വേറൊന്ന് കണ്ട്. മനസ്സിലായി? ഇത് മുഴുവനോട് നോക്കിയാൽ നമുക്ക് എല്ലാം കൂടെ കാണുമ്പോൾ വേറൊരു പടമല്ലേ കാണുന്നത്. അത് കഴിഞ്ഞ് ഓരോന്നും നോക്കുമ്പോ വേറെ പോലെ കാണും. അതായിരിക്കും മോഹൻലാൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ 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 അപ്പൊ ശരി.